സ്തോത്രം. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ യേശു മതിയായവൻ. കാൽവരി മാലമേൽ കയറി മുൾമുടി ശിരസിൽ വാഹിച്ചു. എൻ്റെ വേദന സർവ്വവും നീക്കിയെന്നിൽ പുതുജീവൻ പകർന്നവനാം. അവനാദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിനുറവിടമേ. 10,000 അതിശ്രേഷ്ഠനവൻ, സുസ്ഥിരാ വന്യന നായകൻ. മരുഭൂയാത്രയതി കഠിനം, പ്രതികൂലങ്ങളാനുനിമിഷം. പകൽ മേഘസ്തംഭം, രാത്രിയാഗ്നിതുണ, എന്നെ അനുദിനം വഴി നടത്തും. എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. യേശു രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ, ഞാൻ അവനിടം പാർന്നുയരും. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 54 സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു. ഘോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ദൈവത്തെ തങ്ങളുടെ മുൻപാകെ വെച്ചിട്ടും ഇല്ല. ഇതാ, ദൈവം എൻ്റെ സഹായകൻ ആകുന്നു. കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെ ഉണ്ട്. അവൻ എൻ്റെ ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യും. നിന്റെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ച് കളയണമേ. സ്വമേധ ദാനത്തോടെ ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കും. യഹോവേ, നിന്റെ നാമം നല്ലത് എന്ന് ചൊല്ലി ഞാൻ അതിനെ സ്തോത്രം ചെയ്യും. അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. ഹല്ലേലൂയ, ആമേൻ. തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ദൈവവചനത്തിന്റെ ഒരു ഭാഗം നമുക്ക് ചിന്തിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. യഹോവയുടെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകയില്ല എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. പ്രിയരെ, അനേകർക്ക് ഈ ദിവസം കാണുവാൻ കഴിയാതെ വന്നപ്പോൾ നാം മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു ദിവസം കൂടി കാണുവാൻ ഇടയാക്കിയ വലിയവനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടുന്ന എല്ലാ നല്ല ആവശ്യങ്ങളിലും സർവശക്തനായ ദൈവം നമ്മെ നടത്തി ഹല്ലേലൂയ, ആമേൻ, സന്തോഷവും സൗഖ്യവും സമാധാനവും നിത്യജീവൻ ഒരുങ്ങുന്നതായ ഒരു ദിനമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ സ്വന്തം തീരുമാനങ്ങൾ ആകുന്ന പേനയെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുക. അവിടെ നിന്ന് ഏറ്റവും മനോഹരമായ ഒരു സാക്ഷ്യം നിനക്കായി പറയുവാനായി അത് എഴുതും. നിന്റെ ജീവിതത്തിൽ ദൈവം തീരുമാനമെടുക്കുമ്പോൾ നിന്റെ എല്ലാ തകർച്ചകളും ഉയർച്ചയായി മാറും. ഹല്ലേലൂയ. ഇന്ന് നാം അനുഭവിക്കുന്ന കഷ്ടതകൾ, രോഗങ്ങൾ, പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ സർവശക്തനായ ദൈവത്തിന്റെ കരത്തിൽ ഒരിണങ്ങിയ ആയുധമായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം തനിക്കിഷ്ടമുള്ളതുപോലെ മാനമുള്ളൊരു പാത്രമായി നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായിത്തീരും. അതിനായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, കർത്താവേ, ഒരു പ്രഭാതം കൂടി കാണുവാൻ ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടി തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. നെയ്യോളാടിയങ്ങളെ സ്നേഹിച്ച കൃപയ്ക്കായി സ്തോത്രം. തന്നതായി സൗഖ്യത്തിനായി, വിടുതലിനായി, സമാധാനത്തിനായി നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങൾക്ക് സന്തോഷവും സൗഖ്യവും സമാധാനമുള്ള ജീവിതങ്ങൾ നൽകി
സന്തോഷമുള്ള കുടുംബ ജീവിതങ്ങൾ നൽകി നിത്യജീവനായി ഞങ്ങളെ കുടുംബമായി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. സൗഖ്യം, വിടുതൽ, സമാധാനവും നൽകണപ്പ. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ദൈവം സഹായിക്കും. കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.